സ്നേഹനാദം 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 സ്നേഹനാദം. ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്നേഹനാഥൻ യൂട്യൂബ് ചാനൽ കൂടി എന്നെ ദർശിക്കുന്ന എൻ്റെ എല്ലാ മാന്യമിത്രങ്ങൾക്കും വേഗം വരുന്ന ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ വന്ദനം. ഒരു മാസം പിന്നിട്ട് വീണ്ടും ഒരു സന്ദേശവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുവാൻ വലിയവനായി ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന ഈ നല്ല ഭാഗ്യത്തിനായും പദവിക്കായും അവസരത്തിനായും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു മാസം ദൈവം നമ്മെ അവിടെവിടങ്ങളായി അത്ഭുതകരമായി തൻ്റെ ചിറകടിയിൽ സൂക്ഷിച്ചു എന്നതോർത്ത് നമുക്കൊരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ദൈവത്തോട് കൂടെ നടക്കുക എന്നതാണ്. വാക്ക് വിത്ത് ഗോഡ്. സൃഷ്ടികർത്താവായ ദൈവം സൃഷ്ടിയുടെ മണിമകുടമായ മനുഷ്യരോട് കൂടെ നടന്ന ചരിത്രം ഉൽപ്പത്തി പുസ്തകം 3:8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു. എന്നാൽ ഒരു ദിവസം വെയിലറിയപ്പോൾ ദൈവത്തിൻ്റെ കാലൊച്ച കേട്ട ആദവും ഹവ്വയും ഓടി ഒളിച്ചതായി ഉൽപ്പത്തി 3:8 മുതൽ 12 വരെ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. വെയിലറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരുപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു. നീ എവിടെ എന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടപ്പോൾ ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു? തിന്നരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു. അതിന് മനുഷ്യൻ, എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. തൽഫലമായി അവർ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കേണ്ടതായി വന്നു. ഇന്നും മനുഷ്യൻ്റെ പരാജയത്തിന് കാരണം, അധപ്പതനത്തിന് കാരണം, മനുഷ്യ ജീവിതത്തിലെ ദുരിതത്തിന് കാരണം ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നതാണ്. അസമാധാനം, അസന്തുഷ്ടി, അക്രമം, അനീതി, ബലാത്സംഗം, കൊള്ള, അറുംകൊല തുടങ്ങി എല്ലാറ്റിനും കാരണം ദൈവത്തോട് കൂടെ നടക്കേണ്ട മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഓടി അകന്നതാണ്, അല്ലെങ്കിൽ ഓടി ഒളിച്ചതാണ്. പ്രിയമുള്ളവരെ, ദൈവത്തോടു കൂടെ നടക്കുന്നത് സന്തോഷപ്രദമായ ഒരു അനുഭവമാണ്, അനുഭൂതിയാണ്, സുരക്ഷിതത്വമാണ്, സംതൃപ്തിയാണ്, സഹിത്വമാണ്. നാം ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ ദൈവമായുള്ള സഹിത്വം, സംഭാഷണം, അടുപ്പം, ഒരുമിച്ചുള്ള തീരുമാനം, ഒരുമിച്ചുള്ള സന്തോഷം എന്നിവ ഉണ്ടാകുന്നു. ഒരുമിച്ച് നടക്കുമ്പോൾ നമുക്ക് നടക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ജീവിതത്തിൽ സംജാതമാകുമ്പോൾ കർത്താവ് നമ്മളെ കരങ്ങളിൽ വഹിക്കും. ആദമിന് ശേഷം ദൈവത്തോടു കൂടെ നടന്ന ബൈബിൾ കഥാപാത്രം ഹാനോക്കാണ്. ഇംഗ്ലീഷിൽ അതിന് ഈനോക്ക് എന്ന് പറയും. ഹാനോക്കിൻ്റെ ആയുഷ്കാലം 365 സംവത്സരമായിരുന്നു. അതിൽ 300 സംവത്സരങ്ങളും ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇതിൽ കൂടി നൽകുന്ന
സന്ദേശം ദൈവം എന്നോടും നിങ്ങളോടും കൂടെ നടക്കുവാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നതാണ്. കേവലം 3.5 വർഷം യേശുവിനോട് കൂടെ നടന്ന ശിഷ്യന്മാർക്ക് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തി കൊടുത്തു എങ്കിൽ ദൈവത്തോടു കൂടെ നാം നടന്നാൽ നമുക്കും ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ ദൈവം എത്രമാത്രം വെളിപ്പെടുത്തി തരും. ദൈവം നമ്മോടൊത്ത് പ്രവർത്തിക്കുന്നതിന് മുമ്പായി നമ്മോടൊത്ത് നടക്കുവാൻ ആഗ്രഹിക്കുന്നു. അഥവാ ദൈവത്തോട് ഒത്ത് നടക്കുന്നവരുമൊത്താണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തോടൊപ്പം നടക്കാത്തവരുടെ പ്രവർത്തനത്തിൽ ദൈവം ഇല്ല എന്നർത്ഥം. മനുഷ്യൻ ദൈവത്തോടൊപ്പം ഇരിക്കുവാൻ, നടക്കുവാൻ, വസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പഴയ നിയമ ചരിത്രത്തിൽ മോശ മുഖാന്തരം മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ട ദൈവജനത്തിൻ്റെ കനാനിലേക്കുള്ള മരുഭൂമി യാത്രയിൽ ദൈവം തങ്ങളോടുകൂടെ വസിക്കുവാൻ ആഗ്രഹിച്ചിട്ട് മോശയോട് ഇപ്രകാരം അരുളി ചെയ്തു, അവർ എനിക്കൊരു ആലയം പണിയണം. അതിൻ്റെ എല്ലാ പ്ലാനുകളും ദൈവം നൽകി. അതനുസരിച്ച് മോശ ഒരു സമാഗമന കൂടാരം പണിതു. ദൈവത്തോടു കൂടെ നടക്കുക, ദൈവത്തോടു കൂടെ ഇരിക്കുക, ദൈവത്തോടു കൂടെ വസിക്കുക എന്നത് ഓരോ ദൈവമക്കളുടെയും ആഗ്രഹമായിരിക്കട്ടെ. നമുക്കും അങ്ങനെയുള്ള ആഗ്രഹം ഉണ്ടാകുവാൻ ഇടയാകട്ടെ. നിങ്ങൾ യേശുവിനോടുകൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണോ? യേശുവിൻ്റെ സന്നിധാനത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണോ? യേശുവിനോടൊത്ത് വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെങ്കിൽ നമ്മെ ഈ മരുഭൂമി യാത്രയിൽ മാത്രമല്ല, അതിനപ്പുറം ഒരു നിത്യതയിലും ദൈവത്തോടൊത്ത് വസിക്കുവാൻ നമുക്കിടയായിത്തീരും. അതിനുവേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുക, നിങ്ങളെ തന്നെ സമർപ്പിക്കുക. ദൈവത്തോടു കൂടെ ഈ മരുഭൂമി യാത്ര തുടരുക. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.